ഹായ് വ്യൂവേഴ്സ്, ദിസ് ഇസ് നിഷൽ ഫ്രം വിർച്വൽ കമ്പാനിയൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അമേരിക്കൻ സ്പോർട്സ് ഡ്രാമയായിട്ട് തിയേറ്ററുകളിൽ റിലീസായിട്ടുള്ള F1 ദ മൂവി സിനിമയെ കുറിച്ചുള്ള റിവ്യൂ ആണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവ് തോന്നിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഒന്നാമത് ഈ സിനിമയുടെ സ്റ്റോറി. നമ്മുടെ ഹീറോ 30 വർഷത്തിന് മുമ്പ് ഒരു F1 അതായത് ഫോർമുല റേസറാണ്. അപ്പം പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി പിന്നെ റേസിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പം പുള്ളിയുടെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരന് ഒരു ടീമുണ്ട്, അതായത് ഫോർമുല ഈ റേസിംഗ് ടീമുണ്ട്. അപ്പം പുള്ളിയുടെ ടീം എന്ന് പറയുമ്പം എന്നും തോറ്റു പോകുക, അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 റാങ്കിൻ്റെ അകത്ത് വരാതെ എപ്പോഴും തോറ്റു പോകുന്ന ഒരു ടീമാണ്. അപ്പം പുള്ളിക്ക് ഈ ടീമിനെ എങ്ങനെയും ഒന്ന് മിനിക്കെടുക്കണം, ടോപ്പ് 10 റാങ്കിൻ്റെ അകത്ത് കൊണ്ടുവരണം എന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നമ്മുടെ ഹീറോയോട് പുള്ളി ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. നീ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, നമ്മുടെ ടീമിനെ ഒന്ന് കോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീമിനെ റാങ്കിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ് പുള്ളിയുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പം പുള്ളി പിന്നെ നമ്മുടെ ഹീറോ 30 വർഷത്തിന് ശേഷം പിന്നെയും റേസിങ്ങിലോട്ട് വരികയാണ്. ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹീറോ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ, അതായത് നമ്മുടെ ഹീറോ എന്ന് പറയുമ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സോ ഈ പയ്യൻ എന്ന് പറയുന്നത് ഒരു ചുള്ളനാണ്, പ്രായം കുറവാണ്. അപ്പം ആരെന്ത് പറഞ്ഞാലും അഡ്വൈസ് പറഞ്ഞ്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ പറയുന്ന അഡ്വൈസ് ഒന്നും കേൾക്കാത്ത ഒരാളാണ്. അപ്പം ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷും അത് കഴിഞ്ഞിട്ട് ഇവരുടെ ടീം ജയിച്ചോ എന്താണ് എന്നുള്ളതാണ് ഈ സിനിമയെ കുറിച്ചുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. ഈ സിനിമയെ കുറിച്ച് റിവ്യൂയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അത്യാവശ്യമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള, സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം വിഷ്വൽ ആയിരിക്കട്ടെ, സൗണ്ട് ആയിരിക്കട്ടെ, ശരിക്കും നമ്മൾ ആ ഒരു കാറിൻ്റെ അകത്ത് ഇരുന്ന് പോകുന്ന ഒരു ഫീലാണ് ഇവർ തന്നിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ചെറിയ സ്ക്രീനിലോ ടി വിയിലോ ഒന്ന് കണ്ടാലൊന്നും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ശരിക്കും ഈ സിനിമ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതൊരു ചെറിയൊരു സജഷനാണ്. നമ്മൾ റിവ്യൂയിലോട്ട് കിടക്കാം. ഈ സിനിമയിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് മൊത്തം 4 പേരാണ്. ഒന്നാമത് നമ്മുടെ ഹീറോ ബ്രാഡ് പിറ്റ് എന്നാണ് പുള്ളിയുടെ പേര്. പിന്നെ നമ്മുടെ ചുള്ളൻ ഡെയ്സൺ ഹാരിസ് എന്നാണ് പുള്ളിയുടെ പേര്. ഇവർ രണ്ടുപേരാണ് മെയിൻ കഥാപാത്രം. പിന്നെ നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരനായിട്ട് വരുന്ന, അതായത് ആ ടീമിന്റെ ലീഡർ, നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആള് സേവിയർ പ്ലാറ്റ്മൻ ആണ്. പുള്ളിനെ കുറിച്ച് അറിയാത്തവരാരും തന്നെ ഇല്ല. കാരണം വില്ലൻ എന്ന് പറഞ്ഞ എന്തുവാണെന്ന് തെളിയിച്ച ഒരാളാണ്. സോ പുള്ളിയുടെ ക്യാരക്ടറിനെ കുറിച്ച്, പുള്ളിയുടെ അഭിനയം കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ 3 പേർ കൂടാതെ പിന്നെ ഹീറോയിനായിട്ട് വരുന്ന ഒരാളുണ്ട്. ഈ 4 പേരാണ് സെൻട്രൽ ക്യാരക്ടർ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയും പിന്നെ ആ ചുള്ളനും, ഈ 2 പേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അവർ തമ്മിൽ സെറ്റാകാത്ത ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവൻ പറയുന്ന അവൻ കേൾക്കത്തില്ല, അവൻ പറയുന്ന ഇവൻ കേൾക്കത്തില്ല, ഈ രീതിയിലുള്ള ഈഗോ ക്ലാഷാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മുഴുനീളം കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ 2 പേരുടെ ആക്ടിങ്ങും അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരനായിട്ട് വരുന്ന ആള്, പുള്ളിയുടെ അഭിനയത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ നടി, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ഇത് പ്രൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ റേസിംഗിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഈ ടീമിനെ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്യാനും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരാൾ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോരാടുന്ന ഒരാളുടെ ഒരു ഭാഗമാണ് നടിയുടെ ഒരു ക്യാരക്ടർ എന്നുള്ളത്. ശരിക്കും അവർക്ക് തന്ന റോള് അവർ ശരിക്കും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഒന്നാമത്തെ പോസിറ്റീവ് എന്നല്ല, ഓൾമോസ്റ്റ് പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ റേസിംഗ് രംഗങ്ങളാണ്. കാരണം സിനിമ റേസിംഗ് സിനിമയാണെന്ന് പറഞ്ഞാലും ആ റേസിംഗ് ഓരോരോ ഷോട്ടുകളും ഓരോരോ കട്ട്സുകളും അവർ എടുത്തേക്കുന്നതെന്ന് കാണണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ശരിക്കും നമ്മൾ ആ കാറിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീലാണ് തിയേറ്ററിൽ നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത്. അത് നിങ്ങൾ തിയേറ്ററിൽ, ഞാൻ പറയുന്നതൊക്കെ ഒന്നുമല്ല, നിങ്ങൾ ശരിക്കും ആ ഒരു നല്ലൊരു സ്ക്രീനിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് കൺവേ ആകത്തില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു ടെക്നിക്കൽ വശങ്ങൾ, അത് 1, 2 പറയാനില്ല, ടെക്നിക്കൽ വശങ്ങൾ എല്ലാം തന്നെ അടിപൊളിയാണ്. ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഞാൻ കണ്ട ഈ സിനിമയിൽ ഞാൻ പറയും. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയിൽ ഇവരുടെ ടീം എല്ലാ തവണയും തോക്കും. അത് ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ. ഒരുപാട് തവണ ഒരുപാട് റേസിങ്സിൽ ഇവർ പിന്നെയും തോക്കും. അപ്പം ചിലർ എൻ്റെ കൂടെ ഇരുന്നവരും ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചപ്പോഴും ചിലർ പറഞ്ഞത് ചുമ്മാ തോറ്റോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പെട്ടെന്ന് തൊട്ട ഉടനെ നമുക്ക് സക്സസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും
തോറ്റ് അടിപെട്ടാണ് സക്സസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ അവർ ഒരുപാട് തവണ തോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരെപ്പോൾ ജയിക്കും എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് തോന്നിയത്. സോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം എടുത്ത ഉടനെ നമ്മൾ ജയിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഏതൊരു കാര്യം, അത് റേസിംഗ് എന്നല്ല, എന്തൊരു കാര്യത്തിലും തൊട്ട ഉടനെ നമുക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ഒരുപാട് തോൽവികൾ ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസിൻ്റെ വില മനസ്സിലാവുക. അപ്പോഴാണെങ്കിൽ നമുക്ക് സക്സസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുക. പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞ പോലെ നെഗറ്റീവ് വശങ്ങൾ ഈ സിനിമയിൽ പറയാനുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് 2-3 സിനിമകൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് കോൺവെർസേഷന്. ഈ റേസിംഗ് ഭാഗങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് കോൺവെർസേഷൻ സീൻസുകളാണ്. അതെല്ലാം ആവശ്യമുള്ളതാണ്, ഇല്ലെന്നല്ല. ശരിക്കും നമുക്ക് ചെറിയൊരു ലാഗൊക്കെ ഫീൽ ചെയ്യാനുണ്ട്. ഈ കോൺവെർസേഷൻ സീൻസുകൾ, ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതൊക്കെ ചെറിയ ഒരു ലാഗ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് റേസിംഗ് സീൻസ് വരുമ്പോൾ നമ്മൾ സീറ്റ് എഡ്ജിലായിരിക്കും. സീറ്റ് എഡ്ജല്ല, നമ്മുടെ കണ്ണ് സ്ക്രീനിൽ നിന്ന് വെളിയിലോട്ട് പോകത്തില്ല. അതിന് ഗ്യാരണ്ടി ആയിട്ട് പറയാം. കാരണം അത്രയ്ക്ക് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റിയാണ് ഇവർ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ അഡൽട്ട് സീൻസ് എന്ന് പറയുമ്പം സെക്ഷുവലായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ചെറിയ ലിപ് ക്ലോക്കും ചെറിയ അഡൽട്ട് സീൻസൊക്കെ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഒരു 16+ ആണ്. അങ്ങനെയുള്ളവർ മാത്രം പോയി കാണുക. റേസിംഗ് സിനിമ, റേസിങ്ങിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള സിനിമകൾ, വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് വിർച്വൽ കമൻ്റ് റേറ്റിംഗ് എന്നുള്ളത് 3.5 ഔട്ട് ഓഫ് 5 ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. തന്നെയല്ല, നിങ്ങൾ ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. കാരണം കമൻറ്റ് ബോക്സ് കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. കാരണം ഞാൻ ഇത്ര നേരം പറഞ്ഞ എൻ്റെ മാത്രം അഭിപ്രായമാണ്. പലരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ഫ്രം നിഷാന്ത്. താങ്ക് യു.